നമസ്കാരം. പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ ഒരു പക്ഷി കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പക്ഷിക്കൂട്ടിൽ കുറേ മുട്ടകളിട്ടു പക്ഷി. അങ്ങനെ ആ മുട്ടയ്ക്ക് ആ പക്ഷി അടയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ആന അവിടെ എത്തി. അതൊരു വെറും ആനയല്ല, ഇത്തിരി അഹങ്കാരിയായ ഒരാന. അതിങ്ങനെ മതിച്ചു വരികയായിരുന്നു. അവൻ എന്ത് ചെയ്തു? ഈ മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് അങ്ങോട്ട് കുലുക്കി. ഈ പക്ഷിയെ കണ്ടുകൊണ്ടാട്ടോ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു? ആ പക്ഷിയുടെ കൂടൊക്കെ നിലത്തേക്ക് വീണു. ആ പക്ഷിക്കൂട്ടിലുണ്ടായിരുന്ന മുട്ടകളൊക്കെ നശിച്ചു പോയി. ആ പക്ഷിക്ക് ആകെ സങ്കടമായി. അതിരുന്ന് കരയാൻ തുടങ്ങി. അത് കേട്ടിട്ട് വേറൊരു പക്ഷി അവിടെ വന്നു. ആ പക്ഷി ഇതിനോട് ചോദിച്ചു, എന്തിനാ നീ കരയണേ ചോദിച്ചു. അപ്പോൾ അവൻ കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എനിക്കൊരു കൂട്ടുകാരുണ്ട്. കൂട്ടുകാരൻ്റെ പേര് വീണാരവൻ എന്നാണ്. അവൻ ഒരു കൊതുവാണ്. അവൻ്റെ അടുത്ത് നമുക്ക് പോയിട്ട് നമ്മുടെ സങ്കടം പറയാം. അവൻ എന്തെങ്കിലും ഒരു പ്രതിവിധി നമുക്ക് പറഞ്ഞു തരാതിരിക്കില്ല. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോവാം. ശരി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ആരുടെ അടുത്തേക്ക് പോയി? വീണാരവൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ, എനിക്ക് തനിയെ ഒരു ആനോടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഉപായം പ്രയോഗിക്കണം. അപ്പോൾ നല്ല സൂത്രക്കാരനായിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ട് എനിക്ക്. അവൻ്റെ പേര് മേഘനാഥൻ എന്നാണ്. ഒരു തവളയാണ്. നമുക്ക് മേഘനാഥൻ്റെ അടുത്ത് പോയിട്ട് പറയാം എന്ന്. അങ്ങനെ ഈ രണ്ട് പക്ഷികളും ഈ കൊതുവും കൂടിയിട്ട് ആരുടെ അടുത്ത് ചെന്നു? ഈ തവളയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് തവളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മേഘനാഥൻ പറഞ്ഞു, ശരി, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്കതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കാം. അപ്പോൾ ഈ പക്ഷി പറഞ്ഞു, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കിയാൽ പോരാ, എനിക്ക് ആനയെ കൊല്ലണം, അത് നിർബന്ധമാണ്, എങ്കിലാണ് എനിക്ക് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. ശരി, ആയിക്കോട്ടെ, നമുക്കതിനുള്ള വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യണം? ഞാൻ പറയണ പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ മേഘനാഥൻ പറഞ്ഞു, വീണാരവ, നിൻ്റെ ശബ്ദം നല്ല രസമുള്ള ശബ്ദമാണ് കേൾക്കാൻ. നീ എന്ത് ചെയ്യണം? ആ ആനയുടെ ചുവട്ടിൽ ചെന്നിട്ട്, ചെവിയുടെ അവിടെ ചെന്നിട്ട് നല്ല പാട്ടുകൾ മൂളാം. അപ്പം അത് കേട്ട് ആന എന്ത് ചെയ്യും? കണ്ണടച്ച് അങ്ങനെ നിൽക്കും. അങ്ങനെ കണ്ണടച്ച് നിൽക്കണ നേരത്ത് എന്ത് ചെയ്യണം? കൂട്ടുകാരനായിട്ടുള്ള പക്ഷിയോട് പറഞ്ഞു, നീ പാഞ്ഞു ചെന്നിട്ട് അവൻ്റെ കണ്ണിൽ കൊത്തണം. ഒരു കണ്ണിൽ, മറ്റേ കണ്ണിൽ മറ്റേ പക്ഷിയും കൊത്തണം. രണ്ടുപേരും ഒപ്പം ആക്രമിക്കുമ്പോൾ രണ്ട് കണ്ണും കുത്തിയിട്ട് പൊട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുക. അപ്പോൾ അവന് കുറച്ചു നേരം കഴിഞ്ഞാൽ ദാഹിക്കാൻ തുടങ്ങും. പിന്നെ സഞ്ചാരമല്ലേ, അപ്പോൾ അവൻ എന്ത് ചെയ്യും? വെള്ളം അന്വേഷിച്ചിട്ട്, പുഴ അന്വേഷിച്ചിട്ട് വരും. അപ്പം ഞാൻ എന്ത് ചെയ്യാം? പതുക്കെ ശബ്ദം ഉണ്ടാക്കാം. ഞാനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഈ ആന എന്ത് വിചാരിക്കും? ആ, അവിടെ എവിടെയോ ആണ് പുഴ. പുഴയുടെ ഭാഗത്തു നിന്നാണ് തവള ശബ്ദിക്കുന്നുണ്ടാവുക. വെള്ളമുള്ളിടത്താണ് തവള ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് ലക്ഷ്യം വെച്ചിട്ട് ആന പതുക്കെ വരും. അവർ വരുമ്പോൾ എന്ത് ചെയ്യാം? ആ പുഴയിലേക്ക് പോണ വഴിക്ക് വലിയൊരു കുഴിയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ആ കുഴിയുടെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആന വിചാരിക്കും, ഞാൻ പുഴയിലെത്തി എന്ന് വിചാരിക്കും. പുഴയിലെത്തി വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ആന ആ കുഴിയിലേക്ക് ഇറങ്ങും. ആ കുഴിയിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ എന്തുണ്ടാവും? അങ്ങോട്ട് പെട്ടെന്ന് ആ കുഴിയിലേക്ക് വീഴും. കണ്ണ് കാണില്ലല്ലോ ആനയ്ക്ക്, കണ്ണ് രണ്ടും കുത്തി പിടിച്ചില്ലേ. അപ്പോൾ ആന കുഴിയിലേക്ക് വീഴും. അതാണ് അവർ പറഞ്ഞു കൊടുത്ത ഐഡിയ. പറഞ്ഞ പോലെ കൊതു ചെന്ന് പാട്ടുമൂളി, ആന കണ്ണടച്ചു. രണ്ട് പക്ഷികളും ഒപ്പം രണ്ട് കണ്ണിലും കുത്തി രണ്ട് കണ്ണും പൊട്ടിച്ചു. അങ്ങനെ കണ്ണ് കാണാതായ ആന വെള്ളം ദാഹിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ തവള എന്ത് ചെയ്തു? പതുക്കെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അതിനെ ലക്ഷ്യം വെച്ച് ആന നടന്ന് അവർ പ്രതീക്ഷിച്ച പോലെ ആ കുഴിയിലങ്ങോട്ട് വീണു. കുഴിയിൽ വീണ് ആന ചത്തുപോയി. പക്ഷികൾക്കും ആ കൂട്ടുകാർക്കൊക്കെ വളരെ സന്തോഷമാവുകയും ചെയ്തു.